നമസ്കാരം, ഞാൻ ഡോക്ടർ റിജേഷ്. കരിയർ പാത്വേ എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളായ എലോൺ മാസ്ക്, ടെസ്ലയുടെ ഒക്കെ ഉടമയായ എലോൺ മാസ്കിന്റെ മറ്റൊരു കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ചില വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില തൊഴിൽ അവസരങ്ങളാണ്. ഇന്ത്യക്കാർക്കും ലഭ്യമായിരിക്കുന്ന ഈ അവസരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, അവരെ ഓഫർ ചെയ്യുന്നത് പെർ അവർ ഏതാണ്ട് $35 മുതൽ $65 വരെയാണ്. അതായത് ഒരു 3000 മുതൽ 5000 രൂപ വരെ പെർ അവർ ഓരോ മണിക്കൂറും കോമ്പൻസേഷൻ ലഭ്യമാകുന്ന അവസരങ്ങളാണ്. അപ്പം നമുക്കറിയാം, ഒരു 8 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്താൽ ഏകദേശം ഒരു 32,000 മുതൽ 44,000 രൂപ വരെ ലഭ്യമാകുന്ന അവസരങ്ങളാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ അത് വലിയ ഒരു കോമ്പൻസേഷൻ ഒന്നുമല്ല. എന്നാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പെർ ഡേ 44,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മികച്ച അവസരമാണ്. ഈ ഒരു അവസരം ടെസ്ലയിൽ ലഭ്യമായി, ടെസ്ലയുടെ തന്നെ ഗ്രൂപ്പിലുള്ള മറ്റൊരു കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരമാണ്. ഇവിടെ ഏജോ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും പ്രശ്നമല്ല, ചില സ്കില്ലുകൾ കാണണം എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു അവസരം നമുക്ക് മനസ്സിലാക്കാം. ഓർക്കുക, പെർ അവർ 5000 രൂപ പ്രതിഫലം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എലോൺ മാസ്കിന്റെ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ പുതിയൊരു തട്ടിപ്പാണ് എന്ന് ചിന്തിക്കാൻ വരട്ടെ. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ ഈ അവസരത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിച്ച് നൽകാം. എന്നാൽ ഓർക്കുക, ഇതെല്ലാവർക്കും സ്യൂട്ടബിൾ ആകണം എന്നില്ല. ചില സ്കില്ലുകളൊക്കെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള പാർട്ട് ടൈം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങൾ, ഇതൊന്നും അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഒക്കെ പകർന്നു നൽകുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി കണ്ടെത്താവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് XAI എന്ന് ടൈപ്പ് ചെയ്യുക. XAI എന്ന് പറഞ്ഞാൽ ഇതാണ് എലോൺ മാസ്കിന്റെ ഗ്രൂപ്പിലുള്ള ഒരു കമ്പനി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, XAI കോർപ്പറേഷൻ ഡൂയിങ് ബിസിനസ് ആസ് XAI is an American startup company working in the area of artificial intelligence founded by Elon Musk. എലോൺ മാസ്ക് 2023 ആരംഭിച്ച ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നാൽ നമുക്കപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഈ എക്സൈയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ കാണാനായിട്ട് കഴിയും. ഇവിടെ വന്നിട്ട് കരിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കരിയർ എന്ന ഓപ്ഷനിൽ വ്യൂ ഓപ്പൺ റോൾസ്, ഇപ്പം ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഏത് എന്ന് നോക്കിയാൽ ഇവിടെ റിമോട്ടായിട്ട് ഉള്ള അവസരങ്ങൾ കാണാനായിട്ട് പറ്റും. അതായത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന റിമോട്ടായിട്ടുള്ള അവസരങ്ങൾ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ അവസരങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു വേക്കൻസി നോക്കുക, AI ട്യൂട്ടർ ബൈലിംഗ്വൽ. AI ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയണം എന്നൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി AIനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇവിടെ നടക്കുക. അപ്പോൾ അതിന് വേണ്ട ഇൻപുട്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ AI ട്യൂട്ടർ ബൈലിംഗ്വൽ റിമോട്ടായിട്ടുള്ള ഒരു ജോലിയാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം എലോൺ മാസ്കിന്റെ XAI എന്ന കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഈ ജോലിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. അവർക്ക് ഇതൊരു റിമോട്ട് ജോലിയാണ്, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇതിൻ്റെ കോമ്പൻസേഷൻ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, $35 മുതൽ $65 വരെയാണ് പെർ അവർ ഇതിൻ്റെ കോമ്പൻസേഷൻ. $35 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3000 രൂപയാണ്. അപ്പോൾ 3000 മുതൽ 5500 രൂപ വരെ പെർ അവർ ലഭ്യമാകുന്ന അവസരങ്ങളാണ്. നിങ്ങൾ ഡെയിലി 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു 5500 × 8 എന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ തന്നെ കാണാം, ഏതാണ്ട് 44,000 രൂപ പ്രതിമാസം നമുക്ക് ഇൻകം ഉള്ള ഒരു അവസരമാണ്. അപ്പം കോമ്പൻസേഷനൊക്കെ വളരെ മികച്ചതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ. എന്നാൽ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, ആക്ച്വൽ പേ വിൽ ബി ഡിറ്റർമിൻ ഓൺ എ കേസ് ബൈ കേസ് ബേസിസ്. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ വെച്ചിട്ട് ഇതിനിടയിലായിരിക്കും എന്നുള്ളത്. അപ്പം മിനിമം 40,000 മുതൽ 55,000 രൂപ വരെ, മിനിമം ഒരു 32,000 മുതൽ 44,000 രൂപ വരെ പെർ ഡേ പ്രതിഫലം കിട്ടുന്ന ഒരു അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലായി.
ഇനി നമുക്ക് ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഫുള്ളി റിമോട്ട് ആയിരിക്കും, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങളാണ്. വിസ സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടത്തില്ല, US-ലേക്കൊന്നും പോകാൻ പറ്റത്തില്ല, നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യണം. ഇന്ത്യയിൽ ഇരുന്ന് ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ പിന്നാലെ കാണിക്കാം. പിന്നെ ഇതിന്റെ വർക്ക് ടൈമിംഗ് ഇവർ സൂചിപ്പിക്കുന്നുണ്ട് 9 AM to 5:30 PM, രാവിലെ 9 മുതൽ 5:30 ഈവനിങ് വരെ. പക്ഷെ അത് PST ആണ്, അതായത് പസഫിക് ടൈമാണ്. അതായത് അമേരിക്കയിലെ കുറെ ഭാഗങ്ങളിലും കാനഡയിലും ഒക്കെയുള്ള ടൈമിംഗ് ആണ് പസഫിക് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 9 AM എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ടൈം ഒരു രാത്രി ഒരു 10 മണിയൊക്കെ തൊട്ട് തുടങ്ങേണ്ട ജോലിയായിരിക്കും. അപ്പം ഇന്ത്യൻ ടൈമിൽ രാത്രിയിൽ ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യത്തെ 2 വീക്സ് ഇവരെ ട്രെയിനിങ് തരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 9 AM to 5:30 PM ആയിരിക്കും ആക്ച്വൽ വർക്ക് ടൈമിങ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ പേഴ്സണൽ ഡിവൈസിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. അത് വിൻഡോസ് 10 മാക് OS ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം, ഏതെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് കീ ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. ഇവിടെ ക്വാളിഫിക്കേഷനോ ഏജോ എക്സ്പീരിയൻസോ ഒന്നും ഇവർ സൂചിപ്പിക്കുന്നില്ല. ചില സ്കില്ലുകൾ മാത്രമായിട്ടാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയായിരിക്കും സ്കില്ലുകൾ? ഇവർ ഒന്ന് സൂചിപ്പിക്കുന്നത് ഇൻ അഡീഷൻ ടു ഫുൾ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻസി കാണണം. അത് മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫഷൻസി കാണണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പോക്കൺ ആൻഡ് റിട്ടൺ സ്പോക്കൺ ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻസി വേണം. അത് മാത്രം പോരാ, ഇവിടെ കുറേ ലാംഗ്വേജ് നൽകിയിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു ലാംഗ്വേജും കൂടി അറിയണം. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ മലയാളമില്ല, ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ഉള്ളത് ഹിന്ദി എന്നുള്ളതാണ്. അപ്പം ഹിന്ദി അറിയുന്ന, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫുൾ പ്രൊഫഷൻസി ഉള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം. ഇനി ഹിന്ദി അല്ലെങ്കിൽ അറബിക്കോ ഫ്രഞ്ചോ അങ്ങനെയൊക്കെയുള്ള കുറേ ലാംഗ്വേജ് ഉണ്ട്, ജർമ്മനോ ചൈനീസോ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ജർമ്മനൊക്കെ നല്ല പ്രൊഫഷൻസി ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ജർമ്മന്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, അറബിക്ക് അല്ലെങ്കിൽ നമ്മളെ ഹിന്ദി, ഇങ്ങനെ കുറേ ലാംഗ്വേജ് ഇവർ പറയുന്നുണ്ട്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലും പ്രൊഫഷൻസി ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരം. അതാണ് ഞാൻ പറഞ്ഞത്, ചില സ്കില്ലുകൾ കാണണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. എല്ലാവർക്കും പറ്റണമെന്നില്ല, എന്നാൽ ലാംഗ്വേജോ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഏജോ ഒന്നും പ്രശ്നമല്ല. ഇപ്പോൾ എക്സലന്റ് കമാൻഡ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് അഡീഷണൽ ലാംഗ്വേജ്, അതിൽ സ്പോക്കൺ, റിട്ടൺ, കമാൻഡ് ഇംഗ്ലീഷിലും മറ്റൊരു ലാംഗ്വേജിലും കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിസർച്ച് സ്കില്ല് കാണണം, റിസർച്ച് ചെയ്യുവാനായിട്ടുള്ള കഴിവ്, ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ, അനാലിറ്റിക്കൽ, ഓർഗനൈസേഷണൽ സ്കില്ല്, അങ്ങനത്തെയൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കീ ക്വാളിഫിക്കേഷൻ. പ്രിഫേർഡ് ക്വാളിഫിക്കേഷനിൽ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ റൈറ്റിംഗ്, ജേർണലിസം, ട്രാൻസ്ലേഷൻ, പ്രൊഫഷണൽ റൈറ്റിംഗ്, ഇങ്ങനത്തെയൊക്കെ അറിയാവുന്നവരെ പ്രിഫർ ചെയ്യും, ഒന്നും നിർബന്ധമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഇന്നൊവേഷനെ കുറിച്ചുമൊക്കെ അറിയാവുന്ന, ടെക്നോളജിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന, ഇന്നൊവേഷനൊക്കെ അറിയാവുന്നവർക്ക് ഒരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, പ്രിഫർ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒന്നും പ്രശ്നമല്ല. ഇംഗ്ലീഷ്, അതേപോലെ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലെ ഹിന്ദി പോലെയുള്ള ഇന്ത്യൻ ലാംഗ്വേജിലെ നല്ല സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എന്താ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവരെ XAI എന്ന കമ്പനിയെ കുറിച്ചും ജോലിയുടെ ഒക്കെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ AI, ഞാൻ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ AI മോഡൽസിനൊക്കെ ട്രെയിൻ ചെയ്യുക. നമുക്കറിയാം ഈ AI മോഡൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, ജനറേറ്റീവ് AI ഒക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ട്രെയിൻ ചെയ്ത് നൽകിയിട്ടാണ്. ട്രെയിൻ ചെയ്യുന്ന ആ നോളജ് എടുത്തുകൊണ്ടാണ് AI പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ AI ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ജോലിയുടെ ഒരു സ്വഭാവം. ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് അതൊക്കെ വായിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഫഷൻസി ഉണ്ട്, സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്, തൊട്ട് താഴെയായിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പരൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ കോഡും കൂടി വെക്കുന്ന കാര്യം ഓർക്കുക. 910091 ഒക്കെ വെക്കുക. നിങ്ങളുടെ റെസ്യൂമെ ഇവിടെ അറ്റാച്ച് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. അതേപോലെ ഒരു കവറിംഗ് ലെറ്റർ നിർബന്ധമായിട്ട് പറയുന്നില്ല, താല്പര്യമുണ്ടെങ്കിൽ ഒരു കവറിംഗ് ലെറ്റർ കൂടി, അതായത് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് സമ്മറിയും കൂടി വെച്ചാൽ നല്ലത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ പ്രിഫേർഡ് വർക്ക് ലൊക്കേഷൻ ഏതായിരിക്കും, റിമോട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ നിങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ ഓതറൈസ്ഡ് ആണോ എന്ന്, അതിനകത്ത് ഇന്ത്യ ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് വർക്ക് ചെയ്യാം, ഇവിടെ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് യെസ് എന്ന് എടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇഫ് ഹയർഡ് വാട്ട് കൺട്രി ആർ യു പ്ലാനിങ് ടു വർക്ക് ഫ്രം? ഡെഫിനറ്റ്ലി ഇന്ത്യ എന്ന് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഏത് ഫോറിൻ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന 1 2 ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ നൽകുവാനായിട്ട് കഴിയും. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് യെസ്, ഫോറിൻ ലാംഗ്വേജ് അറിയാം എന്നുള്ളത് യെസ്. എന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് ടിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ ഹിന്ദി ടിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ജർമ്മൻ ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ടിക്ക് ചെയ്യാം. അങ്ങനെയുള്ള നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംഗ്ലീഷ് അല്ലാതെ ഏത് എന്നുള്ളത് ടിക്ക് ചെയ്യാം. അതർ എന്നൊരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്, ഓർക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആ പ്രൊഫഷൻസി എങ്ങനെയായിരിക്കും, ആ ലാംഗ്വേജിൽ നിങ്ങളുടെ പ്രൊഫഷൻസി ഏതായിരിക്കും, അഡ്വാൻസ്ഡ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, നേറ്റീവായിട്ട് ഉള്ള പ്രൊഫഷൻസി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എക്സെപ്ഷണൽ വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ നൽകാം. ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ലെങ്കിൽ NA നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത്, അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കാം. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് നോക്കുക. എക്സ് പ്രൊഫൈൽ, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ ട്വിറ്റർ അല്ലെ, ഇപ്പം എലോൺ മസ്ക് എടുത്ത എക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് വെക്കാം. അതൊന്നും മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് ഈ എക്സിനെ ബേസ് ചെയ്താന്ന് തോന്നുന്നു XAI എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു പേരിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ, നിങ്ങളുടെ ജെൻഡർ ഏതാണ്, മെയില് ഫീമെയില്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഹിസ്പാനിക്കോ ലാറ്റിനോ ആണോ, അതായത് ലാറ്റിൻ അമേരിക്കക്കാരനോ സ്പാനിഷ് ആണോ എന്നുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് നോ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സ്കില്ല് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സ്കില്ലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടും. അതിനകത്തൊരു ഓൺലൈൻ അസസ്മെന്റിന്റെ ഒരു മെയിൽ ആയിരിക്കും. ആ അസസ്മെന്റ്, ആ മെയിൽ കിട്ടിക്കഴിഞ്ഞ് 24 hours നിങ്ങൾ എടുക്കണം. ആ അസസ്മെന്റിലൂടെ ആയിരിക്കും നിങ്ങളെ ഫൈനലായിട്ട് ഇവരെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം അറിയുക. ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും ഒക്കെ തൊഴിൽ തേടണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏതായാലും വളരെ ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.